ആറന്മുളത്തേവരാറാട്ടിനെത്തുന്ന പള്ളിയോടം പാർത്ഥസാരഥി ആയിക്കൊണ്ട് നമ്മളവിടെ പഠിച്ചതാണ്. വാസ്തുവിദ്യാ ഗുരുകുലത്തിൽ ആറന്മുളയിൽ പഠിച്ചതാണ്. അപ്പോൾ ഉത്രട്ടാതി ദിവസം ആറന്മുളത്തേവരുടെ തേവര് എഴുന്നള്ളുന്ന ദിവസം ഉത്രട്ടാതി വള്ളംകളി, ആർപ്പുവിളികളും വാദ്യമേളങ്ങളും കൂടി ഭഗവാൻ പ്രത്യേകത എൻ്റെ പാർത്ഥസാരഥിയായിട്ടാണ് അവിടുത്തെ ചൈതന്യം. അപ്പോൾ കേരളത്തിലെ സംബന്ധിച്ചോളം നമുക്കറിയാം, കേരളത്തിൽ ധാരാളം ക്ഷേത്രങ്ങളുണ്ട്. സ്വയംഭൂ മഹാദേവ ക്ഷേത്രമായ തലപ്പുഞ്ച ക്ഷേത്രമുണ്ട് അടക്കം. അങ്ങനെ കൃത്യമായ രീതിയിൽ തന്നെ ചുറ്റുവട്ടങ്ങളോടുകൂടി പാർക്കുന്ന എല്ലാ ക്ഷേത്രങ്ങളും അടക്കം വരുമ്പോൾ നമുക്ക് ആറന്മുളത്തേവർ ആറാട്ടിനെത്തുന്ന പള്ളി ഓണങ്ങൾ, ആറന്മുള വള്ളസദ്യ നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ പാർത്ഥന സാരഥിയായി ഞാൻ വരും. ഞാനെന്ന ഭാവം കൊണ്ട് തോന്നായിക വേണം. എന്നിൽ തന്നെയാണ് ഈശ്വരൻ, എന്നിൽ തന്നെയാണ് ഭഗവാൻ, ഞാൻ തന്നെയാണ് ഈശ്വരൻ എന്ന് പറഞ്ഞാൽ അഹമെന്നൊരു ഭാവം തീർത്ത് അകലാനെന്ന് വന്ന നാരായണ മന്ത്രമായിക്കൊണ്ടിരിക്കുന്നതായ മന്ത്രസ്വരൂപത്തിലുള്ളതായ ഒന്ന്, അതാണ് യഥാർത്ഥ ഈശ്വരൻ. അല്ല ഈ കാണുന്നതായ ഒരു പ്രതീകമല്ല എന്നർത്ഥം. അങ്ങനെ ദൈവങ്ങൾ ഏതൊക്കെ ആണെങ്കിലും എല്ലാം ഒറ്റ ചൈതന്യമുള്ളൂ. നീവാരാശികോത്തന്യ ഭീതാപസ്യത്തിനു തസ്യാംശികായ ദേവപരമാത്മാവസ്ഥ പരമസ്വരാട് ആയിരിക്കുന്നതായ ഒറ്റ ഈശ്വരൻ. ഭാരതത്തിൻ്റെ നെറുകയിൽ വിരാജിക്കുന്നതായ, ഭാരതത്തെ സംരക്ഷിക്കുന്നതായ പട്ടാളക്കാരടക്കം ആസൈദു ഹിമാചലം, ഇങ്ങേറ്റം കന്യാകുമാരി ഹിമാചലത്തോടുകൂടി നിലനിൽക്കുന്നതായ ഭാരതാംബയെ തകർക്കാൻ ശ്രമിച്ചതായ ഏത് ദുഷ്ടശക്തികളെയും അരിഞ്ഞു തള്ളുന്നതായ, എനിക്കൊരു രാഷ്ട്രീയവും ഇല്ലാട്ടോ, ദുഷ്ടശക്തികളെയും അതിൽ നിന്ന് പോയിൻ്റഡ് ഔട്ട് കൃത്യമായ രീതിയിൽ അപ്പം തന്നെ കത്തിച്ച് അവിടെ നശിപ്പിച്ചു. അതാണ് ഭാരതാംബയുടെ രണ്ട് വശങ്ങളാണ്. അപ്പോൾ നമുക്കറിയാം, ത്രിവർണ്ണ പതാക പാറിപ്പറക്കുമ്പോൾ അശോക സ്തംഭത്തിൻ്റെ അശോക ചക്രം, അവിടെ അശോക ചക്രവർത്തി നിരവധി യുദ്ധങ്ങൾ ചെയ്ത് അധാർമികരായ രാഷ്ട്രങ്ങളെ മുഴുവനും നശിപ്പിച്ച്, നശിപ്പിച്ച് അവസാനം എന്ത് ചെയ്തു? അദ്ദേഹത്തിന് ഇതെല്ലാം എടുത്തുകൊണ്ട് അവസാനം എന്ത് ചെയ്തു? അധർമ്മികൾ മുഴുവൻ നശിച്ചു കഴിഞ്ഞപ്പോൾ ബോധസ്വരൂപമായ ശ്രീബുദ്ധൻ്റെ കൂടെ ചേർന്നുകൊണ്ട് ബുദ്ധമതം സ്വീകരിച്ചു. അപ്പോൾ അക്രമത്തിൻ്റെ ഇതല്ലാതായ, അല്ലെങ്കിൽ ഒരു ജീവിയെ പോലും നശിപ്പിക്കണം, അല്ലെങ്കിൽ കൊല്ലണം, അല്ലെങ്കിൽ അതിനെ നശിപ്പിക്കണമെന്ന് ഭാരതത്തിന് ഒന്നുവരെ ചിന്തിച്ചിട്ടില്ല എന്നർത്ഥം. അഹിംസ സത്യം ഗാന്ധിജിയുടെ ചരിത്രങ്ങൾ എടുത്താൽ അറിയാം. പക്ഷേ ഇങ്ങോട്ട് കളിക്കാൻ വന്നാൽ ഒരു നിവൃത്തിയില്ല. അവനവൻ്റെ നിലനിൽപ്പ്, അവനവൻ്റെ ഭാരതത്തിൻ്റെ പ്രതീകമായ, സ്നേഹത്തിൻ്റെ പ്രതീകമായ അമ്മമാരുടെ സിന്ദൂരം മാച്ചു കളയാൻ ശ്രമിച്ചപ്പോൾ അവിടെ ആയുധം എടുക്കേണ്ടി വന്നു ഭാരതാംബയ്ക്ക്. അപ്പോൾ സിന്ദൂര തിലകം എന്ന് പറയുന്നത് സാധാരണ ഉള്ളപ്പോൾ അതിൻ്റെ വിലയേറിയ, ഭർത്താവ് ഉള്ളപ്പോൾ ചിലപ്പോൾ അതിൻ്റെ വിലയേറിയ, ഭർത്താവ് പോയി കഴിയുമ്പോഴാണ് അതിൻ്റെ ദുഃഖം നമുക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ സിന്ദൂരം എന്ന് പറയുന്നത്, സിന്ദൂരം തൊടുക, സിന്ദൂരം തൊടുക എന്ന് പറയുന്നത് എന്താണ് ഇതിൻ്റെ പ്രത്യേകത? ഇത് ഞാൻ അഭിമാന്യമാണ്, അതൊരു സിഗ്നലാണ്, എന്നെ സംരക്ഷിക്കാൻ ഒരാളുണ്ട് എന്നർത്ഥം. അങ്ങനെ സംരക്ഷിക്കാൻ ഒരാളുണ്ട് എന്നുള്ള അർത്ഥത്തിൽ ധരിച്ചിരുന്നതായ ഒരു ഭാരതാംബയുടെ മുന്നിൽ വെച്ച് വളരെ കുറച്ച് ദിവസം മാത്രമായിട്ടുള്ള അവരുടെ വിവാഹ ജീവിതം തുടങ്ങിയിട്ടില്ല. നമ്മുടെ ഭാരതത്തിൻ്റെ നഗരയിൽ വെച്ച് ശത്രുക്കൾ നെഞ്ചോട് വെടി ഉതിർത്തപ്പോൾ നീ ചെന്നു പറ എന്ന് പറഞ്ഞു. അത് ഭാരതത്തിൽ ഞാനാണെങ്കിൽ പോലും, ഞാനൊരു പട്ടാളക്കാരനായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഞാനൊരു MP ആയിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഞാനൊരു MLA ആയിരുന്നെങ്കിൽ, ഞാനൊരു ലോകസേവനായിരുന്നെങ്കിൽ, എന്നോട് പറഞ്ഞാലും ഞാൻ ഇത് തന്നെ ചെയ്യുള്ളൂ. അതുപോലെ കേരളത്തിലെ ഏത് രാഷ്ട്രീയക്കാരായാലും, തമിഴ്നാട്ടിലെ ഏത് രാഷ്ട്രീയക്കാരായാലും, ഇപ്പോഴത്തെ നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ സാറിനോടായാലും ആരോടായാലും എന്തായാലും പറഞ്ഞിരുന്നെങ്കിൽ സംശയമൊന്നുമില്ല, ഭാരതാംബയെ സംരക്ഷിക്കാൻ അദ്ദേഹവും ഇതുതന്നെ ചെയ്യുകയുമുള്ളൂ. കാരണം ഭാരതത്തിൻ്റെ ശക്തി, ഭാരതത്തിൻ്റെ ഒത്തൊരുമ, നാനാത്വത്തിൽ ഏകത്വമായി പ്രവർത്തിക്കുന്നതായ ഭാരതം. അങ്ങനെ ഭാരതാംബ അനുഗ്രഹിക്കുമ്പോൾ ധാരാളം നമ്മളുടെ വിവാഹങ്ങൾക്ക് തെക്കോട്ടൊക്കെ ചെന്ന് അറിയാം, നമ്പൂതിരിമാരുടെ വിവാഹങ്ങളൊക്കെ അറിയാം. ആറന്മുളത്തേവരെ സ്തുതിക്കാതെ ഒരു വിവാഹ ഘോഷയാത്രയില്ല, ഒരു വിവാഹ ചടങ്ങുകളുമില്ല. അപ്പോൾ അവർ വിളക്ക് വരുത്തി താലങ്ങളെ കൊണ്ട് വധൂവരന്മാരെ സ്വീകരിക്കുമ്പോഴും പാടുന്നത് ഇത് തന്നെയാണ്. ആറന്മുളത്തേവരെ സ്തുതിച്ചുകൊണ്ടാണ്.
അപ്പോൾ പാർത്ഥന് സാരഥിയായിട്ട് നിന്നുകൊണ്ട് ലോകത്തെ മുഴുവൻ സംരക്ഷിക്കാൻ രക്ഷിക്കാൻ ബാലസ്വരൂപമല്ലെങ്കിൽ പോലും അവിടെ പാർത്ഥസാരഥിയായി പാർത്ഥൻ, നമ്മളൊക്കെ തന്നെ പാർത്ഥന്മാരാണ്, മറ്റുള്ളവരും പാർത്ഥന്മാരാണ്, ജീവ അംശങ്ങളാണ്, ജീവാത്മാക്കളാണ്. പരമാത്മാവായി ഒന്നേ ഉള്ളൂ ആറന്മുള പാർത്ഥസാരഥി. ആ പരമാത്മാവായ കൃഷ്ണസ്വരൂപത്തിലേക്ക്, അല്ലെങ്കിൽ പരമാത്മാവായ തലപ്പുഞ്ച സ്വരൂപത്തിൽ, അല്ലെങ്കിൽ പരമാത്മാവായ ദേവി സ്വരൂപത്തിലേക്ക് മഹാവിഷ്ണുവിന് 2 ഭാര്യമാരെന്ന് ഭൂമി, ധരാധരിത്രി, ക്ഷിതി, സോണി, ലക്ഷ്മി, ഭഗവതി. അപ്പം ഇതെല്ലാം 2 ഭാര്യമാർ ഉണ്ടെന്നുള്ള സങ്കല്പത്തിൽ ഭൂമിയും എല്ലാം ക്ഷമ നൽകുക എന്ന് പ്രാർത്ഥിക്കുമ്പോൾ, ക്ഷമിക്കാനുള്ള കഴിവ് നൽകണമെങ്കിൽ എന്നും രാവിലെ നമ്മൾ നിലതൊട്ട് നെറ്റിയിൽ വെച്ച് പ്രാർത്ഥിക്കുന്നത് എന്താണ്? സമുദ്രവസനേ ദേവിയെ പർവ്വതസ്ഥലമണ്ഡലെ വിഷ്ണുമത്നി നമസ്തുഭ്യം പാദസ്പർശം ക്ഷമസ്വമേ എന്ന് പ്രാർത്ഥിക്കുന്നതായ ഒരു സംസ്കാരം. ആ സംസ്കാരത്തിന് കടന്നുകയറ്റം വരുമ്പോൾ നമ്മുടെ കുട്ടികളെ, നമ്മുടെ ദേശത്തെ, നമ്മളുടെ ഓരോ അംശത്തെയും വെട്ടിനുറുക്കാൻ വരുമ്പോൾ ആയുധം എടുക്കാതിരിക്കാൻ വയ്യ. അപ്പോൾ കഴിയുന്നതും അഹിംസ, സത്യം, അസ്തേയം, യാവത് അർത്ഥ പരിഗ്രഹ, ആരുടെയും അർത്ഥങ്ങളെ അല്ലെങ്കിൽ അവകാശപ്പെട്ടതല്ലാത്തതിനെ ഒക്കെ ചൂഴ്ന്ന് എടുക്കാൻ ശ്രമിക്കുന്നവരെ ഭാരതം വെറും കൈയിനോടെ നോക്കി നിൽക്കില്ല. അത് ആരായാലും, അത് ABCD മുതൽ ഇസഡുള്ള ഏത് രാഷ്ട്രീയ പാർട്ടിയിലുള്ളവരായാലും, ഏത് സംസ്കാരത്തിലുള്ളവരായാലും, ഏത് പൊതുപ്രവർത്തകരായാലും അത് തന്നെയേ ചെയ്യുള്ളൂ. അതാണ്ട് ഒരു പ്രത്യേകം ഒരാളുടെ മാത്രം അവകാശം അല്ല എന്നർത്ഥം. അങ്ങനെ ചിന്തിക്കുകയേ വേണ്ട. അപ്പോൾ എല്ലാവർക്കും ഒരു നല്ലൊരു ഉത്രട്ടാതി ദിവസം ധാരാളം നാമം ജപിക്കുക എന്ന് പറഞ്ഞാൽ ധാരാളം നാമം ജപിക്കുക, പാർത്ഥസാരഥിയായ ഭഗവാനെ സ്തുതിച്ചുകൊണ്ട്. ഇനിയോ വള്ളത്തിന് ഉള്ളതായ പാട്ടുകൾ, ആർപ്പോ ഈറോ എന്ന് പറഞ്ഞ പാട്ടുകൾ പാടാൻ കഴിവുള്ളവർക്ക് അതും പാട്ട് പാടാം. ഞങ്ങളുടെ അഭിമാനമായ ഞങ്ങളുടെ സഹോദരിയുടെ, എൻ്റെ സഹോദരൻ്റെ ഹസ്ബൻഡായ സതി എന്ന പേര് തന്നെ പറയാം. അവരുടെ അമ്മാവൻ അവിടെ ഒരുപാട് വർഷം മാനേജരായിട്ടിരുന്നതാണ്, ഒരുപാട് വർഷം AC ആയിട്ടിരുന്നതാണ്. അദ്ദേഹം ഇപ്പോഴും പറയുന്നു, വരൂ വള്ളസദ്യയിൽ പങ്കെടുക്കൂ, വള്ളം കാണൂ, അവിടെ തൊഴിലാനുള്ള സൗകര്യം ചെയ്തു തരാമെന്ന് പറഞ്ഞു തരുന്നതായ അമ്മാവൻ്റെ സ്നേഹത്തോടുകൂടി ചവറയമ്മാവൻ എന്ന് വിളിക്കും എന്നെങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ പാദങ്ങളിൽ ഇന്ന് സമർപ്പിക്കുകയാണ്. അദ്ദേഹം അവിടെ ഒരുപാട് നാൾ ഉപാസിച്ചതാണ്. ഞങ്ങളോടൊപ്പം ഇപ്പോഴും വാസ്തുവിൻ്റെ കാര്യങ്ങളിലൊക്കെ ചർച്ച ചെയ്യുന്നതാണ്. അങ്ങനെ വാസ്തുശാസ്ത്രത്തിലും ഒക്കെ മേന്മയുള്ളതായ ഞങ്ങളുടെ അമ്മാവൻ ആയ ഗുരുനാഥന് ഇന്ന് അദ്ദേഹത്തിനാണ് ഇന്നത്തെ ദിവസം സമർപ്പിക്കുന്നത്. ദുശബ്ദസ്തു അന്ധകാരസ്യ രുശബ്ദസ്തു നിരോധകനായിക്കൊണ്ടിരിക്കുന്നതായ അദ്ദേഹത്തിൻ്റെ പാദങ്ങളിൽ നമസ്കരിച്ചുകൊണ്ട് എല്ലാവരെയും മാനസികമായിട്ടെങ്കിലും, ഇതൊക്കെ ബുദ്ധിയിൽ തെളിഞ്ഞു വരുന്ന ചിത്രങ്ങളാണ്. കണ്ണടച്ചിരിക്കുമ്പോൾ ആറന്മുള മുകളിലുള്ള തേവര്, വലിയ ശ്രീകോവിൽ, അതിന് താഴെ ഉള്ളതായ സ്റ്റെപ്പുകൾ, അതിൻ്റെ നേരെ കാണുന്നതായ 2 സൈഡിലും വള്ളസദ്യകൾ കൊടുക്കുന്നതായ സൈഡുകൾ, ആ സൈഡുകൾ ഇടതുവശത്തെ ഓഫീസുകൾ, അവിടെ വാസ്തുവിദ്യാ ഗുരുകുലം, അതിനുശേഷം നേരെ മുന്നോട്ട് പോകുമ്പോൾ അവിടെ സുന്ദരമായ പുഴ. ആ സുന്ദരമായ പുഴയെ വലതുവശത്ത് അലങ്കരിച്ച് വെച്ചിരിക്കുന്നതായ തേവരുടെ സ്വന്തം വള്ളം. ആ വള്ളത്തിൽ മാല ചാർത്തിയിട്ടുണ്ട്. ആ വള്ളമാണ് ആദ്യം ഉത്രട്ടാതി വള്ളം കളിക്ക് പൂജാ വിധികളോട് തന്നെ ആ വള്ളമാണ് പുഴയിലേക്ക്. ഇടതുവശത്ത് ഷെഡിലിട്ടിരിക്കുന്ന ആ വള്ളത്തിനെയും നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും നല്ലൊരു ഉത്രട്ടാതി ദിവസം നേരുന്നു.